പാലിയേക്കരയിൽ ടോൾ പിരിക്കാൻ അനുവാദം നൽകിയ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. ഗതാഗതം സുഗമമാക്കാതെ ടോൾ പിരിക്കാൻ പാടില്ലെന്നാണ് സുപ്രീം കോടതി ഉത്തരവെന്നും ഹർജിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. മുന്നണികൾക്ക് തലവേദനയായി വിമത സ്ഥാനാർത്ഥികൾ. പാലിയേക്കരയിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് മുകളിലേക്ക് ക്രെയിൻ മറിഞ്ഞു. ക്രെയിൻ മറിയുന്നത് കണ്ട് ആളുകൾ ഓടിമാറിയതുമൂലം വൻ അപകടം ഒഴിവായി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പാലിയേക്കരയിൽ ടോൾ പിരിക്കാൻ അനുവാദം നൽകിയ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. ഗതാഗതം സുഗമമാക്കാതെ ടോൾ പിരിക്കാൻ പാടില്ലെന്നാണ് സുപ്രീം കോടതി ഉത്തരവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ടോൾ പിരിക്കാൻ അനുമതി നൽകിയത്. ഗതാഗതം ഇതുവരെ സുഗമമാക്കിയിട്ടില്ലെന്നാണ് ഹർജിക്കാരന്റെ വാദം. ഗതാഗതം സുഗമമാക്കാതെ ടോൾ പിരിക്കാൻ പാടില്ലെന്നാണ് സുപ്രീം കോടതി ഉത്തരവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. 71 ദിവസത്തെ വിലക്കിന് ശേഷം ഒക്ടോബർ 17-നാണ് പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിച്ചത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ടോൾ പിരിക്കാൻ അനുമതി നൽകിയത്. ഓഗസ്റ്റ് 6-നാണ് ടോൾ വിലക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയത്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ടോൾ വിലക്ക് ഏർപ്പെടുത്തിയത്. പിന്നാലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മോണിറ്ററിംഗ് കമ്മിറ്റിയെയും നിയോഗിച്ചു. മീഡിയ ടൈം, തൃശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ജില്ലാ പഞ്ചായത്തിലേക്ക് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ജില്ലാ പഞ്ചായത്തിലെ 30 ഡിവിഷനുകളിലായി 89 പുരുഷന്മാരും 72 സ്ത്രീകളും ഉൾപ്പെടെ 161 പേരുടെ നാമനിർദ്ദേശ പത്രികകളാണ് വരണാധികാരിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന് ലഭിച്ചത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 161 സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി വെള്ളിയാഴ്ച അവസാനിച്ചിരുന്നു. കോർപ്പറേഷൻ പരിധിയിലെ 56 ഡിവിഷനുകളിലായി 165 പുരുഷന്മാരും 174 സ്ത്രീകളും ഉൾപ്പെടെ 339 പേർ പത്രിക സമർപ്പിച്ചു. 7 നഗരസഭകളിലായി 650 പുരുഷന്മാരും 760 സ്ത്രീകളും ഉൾപ്പെടെ 1410 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. 16 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 1059 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇതിൽ 513 പുരുഷന്മാരും 546 സ്ത്രീകളും ഉൾപ്പെടും. തൃശൂർ ജില്ലയിലെ 86 ഗ്രാമപഞ്ചായത്തുകളിലായി 3729 പുരുഷന്മാരും 4456 സ്ത്രീകളും ഉൾപ്പെടെ 8185 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി 24-ന് ഉച്ചകഴിഞ്ഞ് 3 വരെയാണ്. ശേഷം റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കും. മലയാളം അക്ഷരമാല ക്രമത്തിലാണ് സ്ഥാനാർത്ഥികളുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തുക. റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും ബന്ധപ്പെട്ട പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഓഫീസിലും മത്സര രംഗത്തുള്ളവരുടെ പട്ടിക പരസ്യപ്പെടുത്തും. മീഡിയ ടൈം, തൃശൂർ. ഒരു വിധത്തിൽ സ്ഥാനാർത്ഥികളെയും നിർണയിച്ച് പത്രികാ സമർപ്പണവും പൂർത്തിയാക്കിയപ്പോൾ അടുത്ത തലവേദന വിമതർ. 24-നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി എന്നിരിക്കെ വിമത സ്ഥാനാർത്ഥികളെ അനുനയിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മുന്നണികൾ. അതിനിടെ സൂക്ഷ്മ പരിശോധനാ ദിനത്തിലും പാർട്ടികൾ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നു. മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവിടങ്ങളിലെല്ലാം മുന്നണികൾ വിമത സ്ഥാനാർത്ഥി ഭീഷണി നേരിടുന്നുണ്ട്. നേരത്തെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും വിമത സ്ഥാനാർത്ഥികളുടെ ബലത്തിൽ ഭരണം നഷ്ടപ്പെട്ടതുൾപ്പെടെയുള്ള കൈപ്പേറിയ അനുഭവമുണ്ടെന്നിരിക്കെ പരമാവധി ആളുകളെയും അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള ശ്രമത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. മുന്നണികളുടെ സജീവ പ്രവർത്തകരായ ചിലർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം കിട്ടാതായപ്പോൾ പലയിടത്തും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരത്തിനിറങ്ങിയിട്ടുണ്ട്. ചിലർ പിണക്കത്തോടെ വിഭാഗങ്ങളായി തന്നെ മാറി നിൽക്കുന്നു. ചിലയിടത്ത് സീറ്റ് നൽകാഞ്ഞതിനാൽ ഘടകകക്ഷികളും സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവരെയെല്ലാം ചേർത്തുപിടിക്കാനാണ് അതാത് മുന്നണികളുടെ അവസാനവട്ട ശ്രമങ്ങൾ.
അതിനിടെ സൂക്ഷ്മ പരിശോധന ദിനത്തിലും പാർട്ടികൾ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടർന്നു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് വാർഡ് 14-ലെ ഇടതു സ്ഥാനാർത്ഥി TS ഷാജുവിന്റെ പത്രികാ തെരഞ്ഞെടുപ്പ് വരണാധികാരി സ്വീകരിച്ചത് കേരള പഞ്ചായത്ത് രാജ് ആക്ട്, കേരള മുനിസിപ്പൽ ആക്ട് കീഴിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. സർക്കാർ കരാർ പ്രവൃത്തികൾ ചെയ്യുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കുക വഴി CPM-ഉം പത്രിക സ്വീകരിക്കുക വഴി ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചതായി 1-ാം വാർഡ് അംഗം അഡ്വക്കേറ്റ് VS അരുൺ രാജ്, കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ TS ഷാജി, ആന്റണി പയ്യപ്പിള്ളി എന്നിവർ ആരോപിച്ചു. മാളയിൽ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ മത്സരിക്കുന്ന 2020 പാർട്ടി സ്ഥാനാർത്ഥി സന്തോഷ് പയ്യാക്കലിന്റെ നാമനിർദ്ദേശ പത്രികയിൽ പിന്തുണച്ചതായി രേഖപ്പെടുത്തിയ സ്ത്രീയുടെ ഒപ്പ് വ്യാജമെന്ന ആക്ഷേപം സംഘർഷാവസ്ഥയുണ്ടാക്കി. പത്രികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമാണ് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ CPM പ്രവർത്തകരും 2020 നേതാക്കളും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. മല്ലിക എന്ന സ്ത്രീയാണ് താൻ ഒപ്പിട്ട് നൽകിയിട്ടില്ലെന്ന വാദവുമായി എത്തിയത്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. പൊയ്യ മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് എല്ലാ സൗകര്യങ്ങളോടും കൂടി 3 മാസത്തിനുള്ളിൽ പ്രവർത്തന സജ്ജമാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. 9 മാസം കഴിഞ്ഞിട്ടും നടപ്പിലാക്കാത്തതിനെ തുടർന്ന് ഫയൽ ചെയ്ത കോടതി അലക്ഷ്യ കേസ് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്താണ് കേസ് ഫയൽ ചെയ്തത്. സംസ്ഥാന ചീഫ് സെക്രട്ടറി ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ എന്നിവർക്കെതിരെയാണ് ഷാൻഡി ജോസഫ് കോടതി അലക്ഷ്യം ഫയൽ ചെയ്തിരിക്കുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷമായിട്ടും മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ഷാൻഡി ജോസഫ് സർക്കാരിലേക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. 2 മാസത്തിനുള്ളിൽ ഈ വിഷയത്തിൽ തീർപ്പുണ്ടാക്കാൻ ഉത്തരവിട്ടെങ്കിലും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മോശമായതിനാൽ പൊയ്യ ഗ്രൂപ്പ് വില്ലേജ് വിഭജിച്ച് മടത്തുംപടി സ്മാർട്ട് വില്ലേജ് പ്രവർത്തിപ്പിക്കാൻ മതിയായ ജീവനക്കാരെ നിയമിക്കാൻ സാധ്യമല്ല എന്നാണ് സർക്കാർ അറിയിച്ചത്. ഇതിനെ തുടർന്ന് വീണ്ടും ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ 3 മാസത്തിനുള്ളിൽ വില്ലേജ് ഓഫീസ് തുറക്കാൻ കോടതി ഉത്തരവിട്ടു. എന്നാൽ നവംബർ മാസത്തോടെ സർക്കാർ ആവശ്യപ്പെട്ട സമയവും പൂർത്തിയായിട്ടും തുറക്കാൻ നടപടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് കോടതി അലക്ഷ്യം ഫയൽ ചെയ്തതെന്ന് ഷാൻഡി ജോസഫ് പറഞ്ഞു. 9 മാസമായിട്ടും ഈ വില്ലേജ് ഓഫീസ് തുറക്കാൻ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായില്ല. അതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറിയും റവന്യൂ സെക്രട്ടറിയും ഉൾപ്പെടുത്തിക്കൊണ്ട് കോടതി അലക്ഷ്യ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. എന്തു തന്നെയായാലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ വില്ലേജ് ഓഫീസ് തുറക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുവരെയും ഈ വില്ലേജ് ഓഫീസ് തുറക്കുവാനായിട്ട് ഒരു ജനപ്രതിനിധികളും ഇതിന് ഒരു താല്പര്യവും കാണിച്ചില്ല എന്നുള്ളതും ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. മീഡിയ ടൈം മാള. പാലിയേക്കരയിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് മുകളിലേക്ക് ക്രെയിൻ മറിഞ്ഞു. ടോൾ പ്ലാസയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പഴയ വെയ്ബ്രിഡ്ജിന്റെ സാമഗ്രികൾ നീക്കുന്നതിനിടെയാണ് അപകടം. ക്രെയിൻ മറിയുന്നത് കണ്ട് ആളുകൾ ഓടിമാറിയതുമൂലം വൻ അപകടം ഒഴിവായി. ശനിയാഴ്ച രാത്രി 9:30-യോടെയായിരുന്നു അപകടം. സമീപത്ത് നിർത്തിയിട്ട ബൈക്കിലും സ്കൂട്ടറിലേക്കുമാണ് ക്രെയിൻ മറിഞ്ഞത്. ഇരുചക്ര വാഹനങ്ങൾ പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ബ്രിഡ്ജിന്റെ സാമഗ്രികൾ മാറ്റുന്നത് കാണാൻ നിരവധി പേരാണ് ഉണ്ടായിരുന്നത്. സമീപത്തെ ചായക്കടയിൽ വന്നവരും ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ക്രെയിൻ മറിയുന്നത് കണ്ടയുടനെ എല്ലാവരും ഓടി മാറുകയായിരുന്നു. രാത്രിയിൽ യാതൊരുവിധ സുരക്ഷാ സംവിധാനവുമില്ലാതെയാണ് ക്രെയിൻ ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. 2 ക്രെയിനുകൾ എത്തിച്ചാണ് അപകടത്തിൽപ്പെട്ട ക്രെയിൻ ഉയർത്തിയത്. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ മൃഗശാലയിലെ കടുവ ചത്തു. മ്യൂസിയം മൃഗശാലയിലെ ഋഷിരാജ് എന്ന ആൺകടുവയാണ് ചത്തത്. 3 മാസത്തോളമായി പ്രത്യേക പരിചരണം നൽകി വരികയായിരുന്നു. തീർത്തും ചലനശേഷിയില്ലാതെയായ കടുവയ്ക്ക് വായിൽ നേരിട്ട് ഭക്ഷണം കൊടുത്ത് ഫീഡിംഗ് നടത്തി വരികയായിരുന്നു. രാത്രിയോടെയാണ് പിന്നീട് കടുവ ചത്തത്. കഴിഞ്ഞ 3 മാസത്തോളമായി കടുവയ്ക്ക് പ്രത്യേക പരിചരണം നൽകി വരികയായിരുന്നു. തീർത്തും ചലനശേഷിയില്ലാതായ കടുവയ്ക്ക് നേരിട്ട് വായിൽ ഭക്ഷണം വെച്ച് കൊടുത്ത് ഫീഡിംഗ് നടത്തുകയായിരുന്നു. ഇന്നലെ ഭക്ഷണം കഴിക്കാതിരുന്ന കടുവ രാത്രിയോടുകൂടി മരിക്കുകയായിരുന്നു. 2015-ലാണ് വയനാട്ടിലെ കാട്ടിക്കുളത്ത് വെച്ച് സുൽത്താൻ ബത്തേരി റേഞ്ചിൽ നിന്നും കടുവയെ പിടികൂടുന്നത്. അന്ന് ഉദ്ദേശം 15 വർഷം പ്രായം കണക്കാക്കിയ കടുവയ്ക്ക് ഇപ്പോൾ ഏകദേശം 25 വയസ്സ് പ്രായം ഉണ്ടാകും.
ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മറ്റു നടപടികൾ സ്വീകരിക്കുമെന്ന് മൃഗശാല അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് നവഭാവുകത്വം പകർന്നാടാൻ ഇനി നമ്മുടെ നാട്ടിലും സൗകര്യം. അന്നമനടയിൽ സെൻട്രിക് മേക്ക് ഓവർ സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. സിനി ആർട്ടിസ്റ്റ് മാളവിക മേനോൻ സ്റ്റുഡിയോ ഉദ്ഘാടനം നിർവഹിച്ചു. ബിസിനസ് ഡെസ്കിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അന്നമനട പുളിക്കൽ ഷോപ്പിംഗ് മാളിലെ ഫസ്റ്റ് ഫ്ലോറിൽ ആരംഭിച്ചിരിക്കുന്ന സെൻട്രിക് മേക്ക് ഓവർ സ്റ്റുഡിയോയിൽ എക്സ്പീരിയൻസ്, പ്രീമിയം, ബ്യൂട്ടി ആൻഡ് ഗ്രൂമിംഗ് സർവീസസ്, ഹൈ ക്വാളിറ്റി, അഫോർഡബിൾ റേറ്റ്സ്, എക്സ്പേർട്ട് കെയർ എന്നീ സൗകര്യങ്ങളോടെ സേവനം ലഭിക്കും. സ്കിൻ സർവീസുകൾ, ബേസിക് കെയർ, ഗ്ലോ ആൻഡ് ഹൈഡ്രേഷൻ, അഡ്വാൻസ്ഡ് ഫേഷ്യൽ, സ്കിൻ ട്രീറ്റ്മെന്റ്, ഹെയർ സർവീസസ്, ഹെയർ കട്ട്സ് ആൻഡ് സ്റ്റൈലിംഗ്, ക്രിയേറ്റീവ് ഹെയർ കളറിംഗ്, ഹെയർ സ്പാ ആൻഡ് കെയർ, റിപ്പയർ ആൻഡ് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്, മേക്കപ്പ് സർവീസസ്, ബേസിക് ആൻഡ് പാർട്ടി മേക്കപ്പ്, ബ്രൈഡൽ മേക്കപ്പ് എന്നിവയ്ക്കും പരിചയസമ്പന്നരായ ആളുകളുടെ സേവനം ഇവിടെ ഉണ്ടാകും. സിനി ആർട്ടിസ്റ്റ് മാളവിക മേനോനാണ് സെൻട്രിക് മേക്ക് ഓവർ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തത്. നല്ലൊരു എന്താ പറയുക കാമിങ് ആയിട്ടുള്ള ഒരു കളർ ടോണും അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ നല്ല രസമുണ്ട്. അതിൻ്റെ എടുത്ത് പറയാനുള്ളത് ഭയങ്കര എന്താ അടിപൊളിയായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് വളരെ കുറഞ്ഞ വിലയിലാണ് ഇവര് ട്രീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോ അന്നമന്നട അത് പെട്ടെന്ന് അന്നമന്നടക്കാർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി സെൻട്രിക് സലൂൺ ആണ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോ ധൈര്യമായിട്ട് കയറി വരൂ. നിങ്ങൾക്ക് വേണ്ടിയുള്ള ടൈം നിങ്ങളായിട്ട് കണ്ടെത്തി സെൻട്രിക്കിലേക്ക് വരിക. നല്ല നല്ല ട്രീറ്റ്മെന്റ്സ് എടുക്കുക. എന്താണോ തോന്നുന്നത്, ജസ്റ്റ് ഹെയർ കട്ടാണോ? ഹെയർ കട്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഫ്രീ കൺസൾട്ടേഷൻ കൂടെയാണ് ഉള്ളത്. കാരണം സെൻട്രിക് ബിസിനസ് ഡെസ്ക്, മീഡിയ ടൈം. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. കവർച്ച കേസിലെ പിടികിട്ട പുള്ളിയെ ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തു. മാള ഗുരുതിപ്പാല സ്വദേശി ആനപ്പാട്ട് വീട്ടിൽ നിബിനാണ് അറസ്റ്റിലായത്. ദുബായിൽ നിന്ന് നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് പിടികൂടിയത്. പിടികിട്ട പുള്ളി വാറണ്ട് പുറപ്പെടുവിച്ച 2010 ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ കേസിലാണ് അറസ്റ്റ്. ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ 2010 കവർച്ച കേസിൽ പിടികിട്ട പുള്ളി വാറണ്ടും 2020 ആളൂർ പോലീസ് സ്റ്റേഷനിലെ അടിപിടി കേസിലും മാള പോലീസ് സ്റ്റേഷനിലെ വധശ്രമ കേസിലും 2024 മാള പോലീസ് സ്റ്റേഷനിലെ
വധശ്രമ കേസിലും ജാമ്യമില്ലാ വാറണ്ടുമുള്ളയാളാണ് നിബിൻ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ആംബുലൻസിന്റെ ചില്ല് ജാക്ക് ലിവർ കൊണ്ട് അടിച്ചു പൊട്ടിക്കുകയും ഡ്രൈവറെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതി റിമാൻഡിൽ. മേത്തല ചാലക്കുളം സ്വദേശി ഈശ്വരമംഗലത്ത് വീട്ടിൽ രഞ്ജീഷ് എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മതിലകം പുതിയകാവ് BKR ആശുപത്രിയിൽ നിന്നും 3 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെയും കൊണ്ട് കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിലേക്ക് വരികയായിരുന്ന ആംബുലൻസ് കൊടുങ്ങല്ലൂർ ചന്തപുരയിൽ വെച്ച് പ്രതി ഓടിച്ചിരുന്ന ഓട്ടോ ടാക്സിയുടെ സൈഡിൽ തട്ടിയിരുന്നു. ആംബുലൻസിൽ രോഗിയുള്ളതിനാൽ അവിടെ നിർത്തിയിരുന്നില്ല. ഇതിനെ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് പിന്തുടർന്നെത്തി ആംബുലൻസ് ഇയാൾ ആക്രമിച്ചത്. ബാറിലും ആശുപത്രിയിലും അതിക്രമം നടത്തിയ കേസിൽ 3 പേർ അറസ്റ്റിൽ. നാരായണമംഗലത്തുള്ള ബാറിൽ വെച്ച് പരസ്പരം ബഹളം വെച്ച് കൗണ്ടറിലുണ്ടായിരുന്ന ഗ്ലാസുകളും പ്ലേറ്റുകളും വലിച്ചെറിഞ്ഞ് നാശനഷ്ടം വരുത്തുകയും ബാർ ജീവനക്കാരനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തവരാണ് അറസ്റ്റിലായത്. നാരായണമംഗലം സ്വദേശി മുണ്ടോളി വീട്ടിൽ അക്ഷയ്, പുല്ലൂറ്റ് സ്വദേശി കുരിയാപ്പള്ളി വീട്ടിൽ ഷറഫ്, നാരായണമംഗലം സ്വദേശി ഞാവേലിപ്പറമ്പിൽ വീട്ടിൽ നിതിൻ ഷാ എന്നിവരാണ് പ്രതികൾ. പ്രതികളെ അറസ്റ്റ് ചെയ്ത് വൈദ്യപരിശോധനയ്ക്കായി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ബഹളം വയ്ക്കുകയും അവിടെ ഉണ്ടായിരുന്ന കസേരയും ടേബിളിലുണ്ടായിരുന്ന മരുന്നുകളും മറ്റും മറിച്ചിടുകയും ചെയ്തിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SHO അരുൺ BK, SI മാരായ സാലിം, മനു P ചെറിയാൻ, CPO മാരായ കിഷോർ ചന്ദ്രൻ, ഷമീർ, സുബീഷ്, ഗോപേഷ് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അഴീക്കോട് മാർത്തോമ പൊന്തിഫിക്കൽ തീർത്ഥകേന്ദ്രത്തിൽ മാർത്തോമ സ്ലീഹായുടെ ഭാരത പ്രവേശന തിരുനാളും മാർത്തോമ സ്ലീഹായുടെ വലതുകര തിരുശേഷിപ്പ് റോമിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ചതിന്റെ 72ാം വാർഷികവും സംയുക്തമായി നവംബർ 14 മുതൽ 23 വരെ ആഘോഷിച്ചു. പൊന്തിഫിക്കൽ സമൂഹ ദിവ്യബലിക്ക് ഇരിഞ്ഞാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളിക്കണ്ണുകാടൻ മുഖ്യ കാർമ്മികനായി സന്ദേശം നൽകി. കൊടകര ആസ്ഥാനമായുള്ള ശിവം ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വട്ടേക്കാട് തപോവനം ശ്രീ ദക്ഷിണാമൂർത്തി വിദ്യാപീഠം നവഗ്രഹ ശിവക്ഷേത്രത്തിൽ അഗ്നിദാനക്രിയ നടന്നു. ഈ മാസം 30 മുതൽ ഡിസംബർ 7 വരെ ചെന്നൈയിലെ ആവടി ശക്തിവിനായക ക്ഷേത്രത്തിൽ നടക്കുന്ന ലക്ഷ്മി കുംഭേര മഹായോഗത്തിന്റെയും മഹാരുദ്രത്തിന്റെയും ഭാഗമായാണ് വട്ടേക്കാട് തപോവനത്തിൽ അഗ്നിദാനക്രിയ നടന്നത്. അഗ്നിധ്യാനത്തിന് പെരുമ്പടപ്പ് ഋഷികേശൻ, സോമയാജിപ്പാട്, ശിവം ഫൗണ്ടേഷൻ മുഖ്യാചാര്യൻ ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. ശബരിമലയിലെ സ്വർണം കട്ടക്കേസിൽ പ്രതിയായ മുൻ MLA CPM സംരക്ഷിക്കുകയാണെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ പറഞ്ഞു. അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 20 വർഷമായി തലതിരിഞ്ഞ വികസന പ്രവർത്തനങ്ങൾ മൂലം മുരടിച്ചുപോയ പ്രദേശമാണ് അഴീക്കോട്. ജില്ലാ പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള ജങ്കാർ ഉപ്പുവെള്ളം കയറി കാഞ്ഞിരപ്പുഴയിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതാപൻ പറഞ്ഞു. KPCC എക്സിക്യൂട്ടീവ് അംഗം MK അബ്ദുൾ സലാം മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റിന്റെ ചാർജുള്ള PK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ഇനി എന്റെ പഞ്ചായത്ത് എന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയാണ് ഇപ്പോൾ പൊയ്യ ഗ്രാമപഞ്ചായത്ത്. തീരദേശവും താഴ്ന്ന പ്രദേശങ്ങളും ഒത്തുചേർന്ന് പൊയ്യ ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. സ്വാഗതം, എന്റെ പഞ്ചായത്ത് പൊയ്യ. കൊടുങ്ങല്ലൂർ താലൂക്കിൽ മാള ബ്ലോക്ക് പഞ്ചായത്തിനാണ് 19.78 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പൊയ്യ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. തൃശൂർ, എറണാകുളം ജില്ലകളുടെ അതിർത്തിയിലാണ് പൊയ്യയുടെ സ്ഥാനം. കിഴക്ക് മാള ഗ്രാമപഞ്ചായത്ത്, കുഴൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയും പടിഞ്ഞാറ് പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത്, കൊടുങ്ങല്ലൂർ നഗരസഭ എന്നിവയും വടക്ക് മാള ഗ്രാമപഞ്ചായത്ത്, പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത്, തെക്ക് പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്ത്, കുഴൂർ ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെ പൊയ്യ അതിർത്തികൾ പങ്കിടുന്നു. ഭൂമിശാസ്ത്രപരമായി താഴ്ന്ന പ്രദേശങ്ങളിൽ ഉപ്പുവെള്ള ഭീഷണി നിത്യസംഭവമാണ്. ശുദ്ധജലക്ഷാമവും പഞ്ചായത്തിൽ എക്കാലവും പ്രധാന രാഷ്ട്രീയ ചർച്ചാ വിഷയമാകാറുണ്ട്.
നിലവിൽ കോൺഗ്രസിലെ ഡെയ്സി തോമസ് ആണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. കുടിവെള്ള ദൗർലഭ്യം പരിഹരിക്കാൻ കുഴൂർ ഗ്രാമപഞ്ചായത്തുമായി ചേർന്നുള്ള കുടിവെള്ള പദ്ധതി നടപ്പാക്കാനായി എന്നാണ് ഡെയ്സി തോമസ് പറയുന്നത്. പൊയ്യ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിവെള്ളമാണ്. കുടിവെള്ളം പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമായതുകൊണ്ട് കുടിവെള്ളം കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കൂടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ചാലക്കുടി പുഴയിൽ നിന്ന് കുണ്ടൂർ കടവിൽ നിന്ന് അവിടെ കിണർ സ്ഥാപിച്ച് മോട്ടോർ ഷെഡ് സ്ഥാപിച്ച് പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ 34.5 സെൻറ്റ് സ്ഥലം പൊയ്യ ഗ്രാമപഞ്ചായത്ത് സ്വന്തമായി വാങ്ങി അതിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പണിത് ഇപ്പം നിലവിലുള്ള ജലനിധിയുടെ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് പൊയ്യ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദ്യത്തെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അതിന് 20 കോടി രൂപയാണ് നമുക്ക് ചിലവുള്ളത്. പക്ഷേ നമുക്ക് 8 കോടി 5 ലക്ഷം രൂപ മാത്രമാണ് നമ്മുടെ കൈവശമുള്ളത്. ബാക്കി സംഖ്യ MP, അതുപോലെ ജില്ലാ പഞ്ചായത്ത്, നമ്മുടെ പൊയ്യ ഗ്രാമപഞ്ചായത്തിൻ്റെ CFC ഫണ്ട് ഇതെല്ലാം ഉപയോഗിച്ച് നടപ്പിലാക്കാം എന്നുള്ള വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. എല്ലാ പ്രാരംഭ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. ടെൻഡർ നടപടി ഈ മാസം അവസാനത്തോടു കൂടി ടെൻഡർ നടപടി കഴിഞ്ഞ് നമുക്ക് ജൂൺ 10-ാം തീയതിയോടുകൂടി കിണറിൻ്റെ തറക്കല്ലിടാനും അതോടൊപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് തറക്കല്ലിടാനും സാധിക്കുമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നു. എല്ലാ പേപ്പർ വർക്കുകളും പൂർത്തീകരിച്ചു. ഇനി വരുന്ന ഭരണസമിതിക്ക് ഇത് നടപ്പിലാക്കുക എന്ന ലക്ഷ്യം മാത്രം മതി. ഇപ്പം നിലവിൽ കുടിവെള്ളം നമ്മൾക്ക് 10 ദിവസം ഒക്കെ എത്തുമ്പോഴാണ് റൊട്ടേഷൻ പ്രകാരം കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് ചാലക്കുടി പുഴയുടെ വൈന്തലയിൽ നിന്നുള്ള ടാങ്കിൽ നിന്ന് നമുക്ക് വെള്ളം വന്നിട്ടാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത്. പഞ്ചായത്തിന്റെ എക്കാലത്തെയും പ്രധാന ആവശ്യമായ ക്രിമിറ്റോറിയം നിർമ്മിക്കാനുള്ള പ്രൊജക്ടുകളും പൂർത്തീകരിച്ചു. സ്ഥലം പഞ്ചായത്തിന് സ്വന്തമായി കഴിഞ്ഞു. മത്സ്യത്തൊഴിലാളികളെയും വയോജനങ്ങളെയും പാലിയേറ്റീവ് രോഗികളെയും ചേർത്ത് നിർത്തി അവർക്കുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയ പഞ്ചായത്ത് ഭരണസമിതിയാണ് പൊയ്യയിൽ ഉണ്ടായിരുന്നതെന്ന് ഡെയ്സി തോമസ് അവകാശപ്പെട്ടു. അതുപോലെ പൊയ്യ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഒരു പൊതു ശ്മശാനം. അത് 91 സെൻറ്റ് സ്ഥലം പൊയ്യ ഗ്രാമപഞ്ചായത്തിന് തണ്ണീർത്തടമായിട്ടുണ്ട്. അതിൽ നിന്ന് 21 സെൻറ്റ് നമ്മളിപ്പോൾ പുരയിടമായി നമുക്ക് തരം മാറ്റി കിട്ടി. അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് കഴിഞ്ഞു. 20 ലക്ഷം രൂപ പൊയ്യ ഗ്രാമപഞ്ചായത്ത് ഈ വർഷം നമ്മൾ പ്രാരംഭ നടപടികൾക്കായിട്ട് വെച്ചിട്ടുണ്ട്. MP 50 ലക്ഷം രൂപ, അതുപോലെ ജില്ലാ പഞ്ചായത്ത് ബാക്കി വരുന്ന തുകയും തരാമെന്നുള്ള ആ പ്രതീക്ഷയോടുകൂടി ആ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. അതുപോലെ താഴെത്തട്ടിലുള്ള ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എല്ലാവർക്കും അതിൻ്റേതായ മത്സ്യത്തൊഴിലാളികൾക്ക് വഞ്ചി, വള്ളം, ലാപ്ടോപ്പ്, മത്സ്യത്തൊഴിലാളി മക്കൾക്ക് ലാപ്ടോപ്പ്, അതുപോലെ മേശ, കസേര, അതുപോലെ സ്കോളർഷിപ്പ് എല്ലാം നമ്മൾ ഈ ഒരു 5 വർഷം അവരുടെ ഉന്നമനത്തിന് വേണ്ടി വെച്ച് കഴിഞ്ഞു. അതുപോലെ വയോജനങ്ങൾക്ക് മറ്റ് പഞ്ചായത്തുകൾ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല, നമ്മുടെ ഒരു പദ്ധതിയാണ് കിടപ്പ് രോഗികൾക്ക് സുശാന്തം എന്ന് പറഞ്ഞ് പോഷകാഹാര കിറ്റ് കൊടുക്കൽ. എല്ലാ മാസവും അത് വീടുകളിൽ അതാത് മെമ്പർമാർ മുഖേന എത്തിച്ചു കൊടുക്കുന്നു. അതുപോലെ പാലിറ്റീവിൻ്റെ പ്രവർത്തനം, കിടപ്പ് രോഗികളുടെ വീടുകളിൽ ചെന്ന് പാലിറ്റീവിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ 10 ലക്ഷം രൂപയാണ് ഓരോ വർഷവും പാലിറ്റീവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നത്. നമുക്ക് സ്വന്തമായ ആംബുലൻസ് ഉണ്ട്. ആംബുലൻസിൽ പാലിറ്റീവ് നേഴ്സും അതോടൊപ്പം തന്നെ ആശാ വർക്കർമാരും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും കൂടി അവരുടെ വീടുകളിൽ ചെന്ന് അവർക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം അവർ ചെന്ന് ശുശ്രൂഷ നൽകുന്നു. കൃഷിക്ക് പ്രോത്സാഹനം നൽകിയതും കർഷകർക്ക് താങ്ങായതും ഭരണ നേട്ടമായി ഡെയ്സി അവതരിപ്പിച്ചു. ഈ 5 വർഷം എടുത്തു പറയാത്തക്ക രീതിയിൽ ആർക്കും വിരൽ ചൂണ്ടി ആരെയും കുറ്റപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ പൊയ്യ ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ സ്വന്തമായി ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് സ്ഥലം മേടിക്കുന്ന സ്വപ്നം 2 വർഷക്കാലം അതിൻ്റെ പിന്നാലെ നടന്നിട്ടാണ് നമുക്കത് സാധിച്ചെടുക്കാൻ സാധിച്ചത്.
അത് ഇപ്പം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കാനായിട്ടുള്ള കുടിവെള്ളത്തിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കാനുള്ള 34 സെൻറ്റ് സ്ഥലം മടത്തുംപടിയിൽ ഐരാണിക്കുളം എന്ന സ്ഥലത്ത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. അതുപോലെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ, ക്ഷേമ പെൻഷനുകൾ, ഗവൺമെൻറ് നമുക്ക് തരാത്ത അലോട്ട്മെൻറ്റ് തരാത്ത വിഷയങ്ങൾ മാത്രമേ വന്നു കഴിഞ്ഞാൽ അതാത് ഗുണഭോക്താക്കളിലേക്ക് അപ്പം തന്നെ എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്റ്റാഫുകൾ നടത്തി പോകുന്നു. മെമ്പർമാർ അവരവരുടെ വാർഡുകളിലെ മുക്കിലും മൂലയിലുമുള്ള ഗ്രാമത്തിൻ്റെ ഓരോ റോഡുകളും ഒരു റോഡ് പോലും മോശമെന്ന് കാണിക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാ ഫണ്ടും ഈക്വലായി പങ്കുവച്ച് എല്ലാ വാർഡുകളിലും ടാറിങ്ങും മറ്റ് കട്ട വിരിക്കൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നു. പിന്നെ ജലജീവൻ മുഖാന്തരം കുടിവെള്ളം എത്താത്ത മേഖലകളിലേക്ക് പൈപ്പുകളിട്ട് കുടിവെള്ളം എത്തിക്കുന്ന ആ പദ്ധതിയും നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ജനറൽ വിഭാഗത്തിന് ജാതിക്ക് വളം, അതുപോലെ ഗ്രൂപ്പ് കൃഷിക്കാർക്ക് അതിൻ്റെത്, പിന്നെ ഗ്രോ ബാഗ് ചട്ടി അത് നമ്മുടെ പഞ്ചായത്തിലെ മിക്ക കുടുംബങ്ങൾക്കും കൊടുത്തു കഴിഞ്ഞു. ഈ വർഷവും നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കേടായ തെങ്ങ് വെട്ടിമാറ്റി തെങ്ങ് വയ്ക്കുന്നതിന് ഒരു ചെറിയ ധനസഹായം, വാഴക്കൃഷിക്ക് ധനസഹായം, അതുപോലെ മറ്റ് ഇടവിളകൾ, എല്ലാ ഇടവിളകൾക്കും അതിൻ്റേതായ ധനസഹായങ്ങൾ, നെൽകൃഷിക്ക് കൂലിച്ചെലവ്, അതുപോലെ കുമ്മായം, വിത്ത്, വളം, അതെല്ലാം പൊയ്യ ഗ്രാമപഞ്ചായത്ത് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ആകെ തുകയെന്ന് പറയുന്നത് പൊയ്യ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും വികസന പ്രവർത്തനങ്ങളുടെ മാത്രം കണക്കെടുക്കുകയാണ്. കോടികളുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആർക്കും കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സ്വപ്ന പദ്ധതിയായ ശ്മശാനവും കുടിവെള്ളവും നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിച്ചു. അതിൻ്റെ എല്ലാ ഈ പേപ്പർ വർക്കുകളും ഫയലുകളും റെഡിയാണ്. ഇനി നമുക്ക് അത് ആരംഭിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അതും പൊയ്യ ഗ്രാമപഞ്ചായത്തിന് തലയുയർത്തി പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് എടുത്തു പറയാവുന്ന വികസന പ്രവർത്തനം തന്നെയാണ്. എന്നാൽ പ്രസിഡന്റ് ഡെയ്സി തോമസ് പറഞ്ഞ കുടിവെള്ള പരിഹാരത്തെ ചോദ്യം ചെയ്യുകയാണ് പ്രതിപക്ഷ അംഗം വിജേഷ്. ശാശ്വത കുടിവെള്ളം ഇപ്പോഴും പഞ്ചായത്തിൽ സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നു. ടാങ്കുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചില്ല. ശ്മശാനം എന്തായെന്ന് ഭരണസമിതിക്ക് പോലും അറിയില്ല. കാർഷിക മേഖലയിൽ മെല്ലെപ്പോക്ക് തുടരുന്നു. ഉപ്പുവെള്ള ഭീഷണി തടയാൻ കാര്യമാത്ര നടപടിയില്ല, വിജേഷ് ചൂണ്ടിക്കാട്ടി. പുതിയ റോഡുകൾ ഉണ്ടായില്ല, പഴയ റോഡുകളുടെ മെയിൻ്റനൻസ് മാത്രമാണ് നടത്തിയത്. വികസനം എന്നത് വെറും വാക്ക് മാത്രമായെന്നും വിജേഷ് ചൂണ്ടിക്കാട്ടി. അതായത് വേറെ ഒന്നല്ല, പൊയ്യ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടിവെള്ളം തന്നെയാണ്. ഇപ്പം നമ്മൾ കുടിവെള്ളത്തിന് പഞ്ചായത്ത് സ്ഥലം മേടിച്ചു എന്നല്ലാതെ വേറെ യാതൊരു നടപടികളൊന്നും തുടങ്ങിയിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഇപ്പോൾ ആ പദ്ധതി ഇപ്പോൾ ശുദ്ധീകരണ പ്ലാന്റ് പണിത് കഴിഞ്ഞിട്ട് ഈ പദ്ധതി ആരംഭിച്ചാൽ ഈ പറഞ്ഞ പുളിപ്പറമ്പ് ടാങ്കിലേക്കൊക്കെ തന്നെയാണ് ഈ വെള്ളം വരുന്നത്. അവിടെ നിന്ന് ഈ പറഞ്ഞു വിട്ട് പൊയ്യ വരെയുള്ള സ്ഥലങ്ങളിൽ തന്നെ ഒരു 10-200 സ്ഥലങ്ങളിൽ പൈപ്പ് പൊട്ടിയിട്ട് എന്നും ഇപ്പോൾ കഴിഞ്ഞ ടൈമിൽ തന്നെ വെള്ളം വിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഈ മഠത്തിൻ്റെ അവിടെയും അതുപോലെ തന്നെ ഈ പുളിപ്പറമ്പ് സെമിനാരിയുടെ അവിടെയൊക്കെ ആയിട്ട് പൈപ്പ് പൊട്ടുകയാണ് ചെയ്തത്. എന്നും ഈ 15-20 ദിവസം കൂടുമ്പോഴാണ് ഈ പറഞ്ഞു വിട്ട് കുടിവെള്ളം ജനങ്ങൾക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലകളിലൊക്കെ എന്ന് പറഞ്ഞാൽ കിണറുകളൊന്നുമില്ല. എല്ലായിടത്തും ഈ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. ആകെ ഈ ജലനിധിയുടെ വെള്ളമൊക്കെ തന്നെ ആശ്രയിച്ചാണ് ഇവിടെ ഇപ്പോഴും ജനങ്ങൾ കഴിഞ്ഞു പോകുന്നത്. പക്ഷേ ഈ കുടിവെള്ളത്തിന് സ്ഥലം മേടിച്ച് ഒരു ടാങ്കും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ആ പദ്ധതി നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അതിനുള്ളൊന്നും തന്നെ ചെയ്തിട്ടില്ല. എന്തായാലും ഇപ്പോൾ പൈപ്പ് ഇടുന്നതിൻ്റെ പദ്ധതി പുതിയ ഒരു കിണർ സ്ഥാപിച്ച് പുതിയ പദ്ധതിയിൽ പൈപ്പ് വിഭാവനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയും ഒന്നും ആയിട്ടില്ല. അതിപ്പോൾ ഈ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ കുടൂർക്കാരുടെ ഒരു സഹകരണത്തോടെയാണ് അത് ചെയ്യണത്. പക്ഷേ അവർ മഴ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് ഒരെണ്ണം കുത്തിപ്പൊളിക്കാനോ ഒന്നും തന്നെ സമ്മതിക്കില്ലെന്നൊക്കെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം വരുന്നത് ഇവിടെ ശ്മശാനം. ഒരു വർഷം മുമ്പ് ശ്മശാനം ഭൂമി തരം മാറ്റി കിട്ടിയെന്നൊക്കെ പറഞ്ഞ് പഞ്ചായത്ത് ഉടനീളം ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പരിപാടിയും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിൻ്റെ തരം മാറ്റി കിട്ടലും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നത്. പിന്നെ അതുകൂടാണ്ട് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ അംഗൻവാടികളിലൊക്കെ കുറേ
കളി ഉപകരണങ്ങളും മറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മോശമായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് പ്രസിഡൻറ്റിൻ്റെ ചുമതലയിലുള്ള ആൾക്കാർ മേടിച്ചത്. പക്ഷേ ഇത് എന്തൊക്കെ തന്നെ ആയാലും അതിപ്പോൾ അംഗനവാടികളിലൊക്കെ നമ്മൾ മുമ്പ് ഒരു ന്യൂസ് കൊടുത്തതാണ്. അംഗനവാടികളിലൊക്കെ അതുണ്ട് ഇപ്പോഴും, അതിപ്പോഴും മാറ്റി കിട്ടിയിട്ടില്ല. അത് എന്തായാലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാ അംഗനവാടികളിലൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെയൊക്കെ തന്നെ നമ്മുടെ പൊയ്യ പഞ്ചായത്തിനെ സംബന്ധിച്ച് കൃഷി ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. നമ്മുടെ പൊയ്യ പഞ്ചായത്തിലാകെ ഒരു അണ്ടിക്കമ്പനി ഒരു ഉപ്പുള്ള കൊണ്ടാണ് ഇപ്പോൾ കെട്ടിയേക്കുന്നത്. അത് കെട്ടിക്കഴിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അതിപ്പോൾ ഈ പറഞ്ഞു വിട്ട ഭയങ്കര ലീക്കാണ്. ഇപ്പോൾ 19 പേരുടെ പരാതിയായിട്ട് ഇപ്പോൾ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. മറ്റുള്ള ഊളഞ്ചിറ അതുപോലെ തന്നെ കോട്ടമുറിയൊക്കെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ നിൽക്കുകയാണ്. അതായത് ഉപ്പുള്ള ഫണ്ടുകൾ എല്ലാ പ്രാവശ്യം ഫണ്ട് വെക്കും, അത് ലാപ്സാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെ പണി ആരംഭിക്കാനോ പൂർത്തീകരിക്കാനോ ഒന്നും തന്നെ കോൺട്രാക്ടർമാരൊക്കെ തന്നെ ടെൻഡർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവസാനം അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ പല തരത്തിലും പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പറയുന്നുണ്ടെങ്കിൽ. നമുക്കൊരു മത്സ്യ വിപണന കേന്ദ്രം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ തന്നെ പരാതി വെച്ചുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ആ വിപണന കേന്ദ്രം ആദ്യം എടുത്ത് കളഞ്ഞ് ഇപ്പോൾ അത് കിഡ്സുകാരാണ് അത് തുടങ്ങാനിരുന്നത്. പക്ഷെ ഇപ്പോൾ വേറൊരു ഒരുമ കുടുംബ ഒരു ഒരുമ കൂട്ടായ്മയെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട് പുതിയത്. എങ്കിൽ കൂടിയും അത് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല. നമ്മുടെ ഈ പൊയ്യ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ പറഞ്ഞ കൂട്ടൊക്കെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കായാലും ഇപ്പോൾ മുൻകാലങ്ങളിലൊക്കെ തന്നെ പദ്ധതികളൊന്നും തന്നെ വെക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ പഞ്ചായത്തിൽ നിരന്തരം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് ഇപ്പോൾ ഈ ലാപ്ടോപ്പ് പോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ച് തുടങ്ങിയിരിക്കുന്നതൊക്കെ തന്നെ. വഞ്ചി വല പോലുള്ള സംഭവങ്ങളൊക്കെ തന്നെ. നമ്മൾ ഈ പ്രളയം അല്ലെങ്കിൽ എന്തെങ്കിലും ദുരിതങ്ങൾ വരുമ്പോൾ നമ്മൾ അവരെ ആശ്രയിക്കുകയും ചെയ്യും. പക്ഷെ അവരെ പിന്നീട് തിരിഞ്ഞു നോക്കാത്തൊരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പല രീതിയിലും നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ റോഡുകളായാലും ഒരുപാട് ഇപ്പോൾ ഈ 5 വർഷത്തിനുള്ളിൽ പുതിയ റോഡുകളെന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും തന്നെ പണിതിട്ടില്ല. ഈ റോഡ് മെയിൻ്റനൻസ് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും. അല്ലാണ്ട് പുതിയ റോഡുകളോ അങ്ങനെയുള്ള അല്ലെങ്കിൽ പുതിയ പദ്ധതികളോ ഒന്നും തന്നെ ആവിഷ്കരിക്കുന്നില്ല. അതുപോലെയൊക്കെ തന്നെ പഞ്ചായത്തുടനീളം നമ്മൾ ഓരോ വില്ലേജ് തലത്തിലും ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് സർക്കാർ ഒരു പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 1 കോടി രൂപ പ്രൊജക്റ്റിലൊക്കെ ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ പദ്ധതി പിൻവലിക്കുകയാണ് ചെയ്തത്. അതായത് ഗ്രൗണ്ട് എന്നുള്ള പദ്ധതി ഇപ്പോൾ കുട്ടികളുടെയൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം വരാമെന്നുള്ളത്. പക്ഷേ അത് പഞ്ചായത്തിലുടനീളം ഫ്ലക്സുകൾ വെച്ച്, പക്ഷേ പിന്നീട് ഒരു പരിപാടിയും അതിൻ്റേതായ ഒരു തുടർച്ച ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് പഞ്ചായത്തിനെ കുറിച്ച് എടുത്തു പറയാനുള്ളത്. ഞങ്ങളിപ്പോൾ ഇലക്ഷൻ ഇനിയിപ്പോൾ അടുത്തിപ്പോൾ പുതിയ ഭരണസമിതിയൊക്കെ വരും, ഇലക്ഷനൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊയ്യ പഞ്ചായത്തിൽ ഇപ്പോൾ പുതിയ ഒരു അടുത്ത ഭരണസമിതി എന്നുള്ള രീതിയിൽ ഞങ്ങൾ വരികയാണെങ്കിൽ തന്നെ എന്തായാലും കുടിവെള്ളത്തിന് മുൻകൈ കൊടുക്കും. കുടിവെള്ളത്തിന് എന്തായാലും ഒരു പുതിയ ഒരു വാട്ടർ ടാങ്ക് പണിതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ അതായത് പഞ്ചായത്തിലുടനീളമുള്ള പൈപ്പുകൾ മാറ്റി അതെന്തായാലും അങ്ങനെ ഒരു പദ്ധതി ചെയ്താൽ മാത്രമേ അത് ഒരു ശാശ്വത പരിഹാരമാവുള്ളൂ കുടിവെള്ളത്തിന്. അപ്പോൾ അതെന്തായാലും അങ്ങനെ ഒരു പദ്ധതി അടുത്ത ഒരു ഭരണസമിതി ഇടതുപക്ഷത്തിൻ്റെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ LDFൻ്റെ വന്നു കഴിഞ്ഞാൽ എന്തായാലും അങ്ങനെ ഒരു പദ്ധതി എന്തായാലും ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ ശ്മശാനം ആദ്യമേ തന്നെ അത് എന്തായാലും ഉദ്ഘാടനം ചെയ്യാനുള്ളൂ. അതായത് അതിൻ്റെ പരിപാടികൾ പൂർത്തീകരിക്കാനുള്ള പരിപാടികൾ എന്തായാലും ചെയ്യും. അതുപോലെ തന്നെ ഈ ഗ്രൗണ്ട് പോലുള്ള പരിപാടികൾ എന്തായാലും നമ്മൾ ആസൂത്രണം ചെയ്യും അടുത്ത ഒരു പുതിയ ഭരണസമിതി വരികയാണെന്നുണ്ടെങ്കിൽ. പുതിയതായിട്ട് ഇപ്പോൾ നമ്മൾ അവിടെ ഒരു ഓഡിറ്റോറിയം മിനി സിവിൽ സ്റ്റേഷൻ എന്നുള്ള രീതിയിൽ പൊയ്യ പഞ്ചായത്തിൽ ഇപ്പോൾ ഞാനിപ്പോൾ മെമ്പറായിരിക്കുന്ന വാർഡിലാണ്. അവിടെ ഇപ്പോൾ MLA 1.25 കോടി രൂപ അവിടെ വെച്ചിട്ടുണ്ട് ഒരു പ്രാരംഭ നടപടികൾക്കായിട്ട്. എന്തായാലും നമ്മൊരു പഞ്ചായത്ത് പൂപ്പത്തി എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പൊയ്യ സെൻറ്ററിലേക്ക് അതിൻ്റെ ഒരു ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഓഫീസിൻ്റെ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ നമ്മൾ പൊയ്യ സെൻറ്ററിൽ തന്നെ കൊണ്ടുവരുമെന്നുള്ളൊരു ഉറപ്പും കൂടി നമ്മൾ നൽകുകയാണ്. UDFും LDFും BJPയും അംഗങ്ങളായുള്ള പൊയ്യ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ രാഷ്ട്രീയ തർക്കം പതിവാണെങ്കിലും പഞ്ചായത്തിന്റെ പ്രധാന ആവശ്യമായ കുടിവെള്ളത്തിനായി ഇവർ ഒരുമിച്ച് ശബ്ദമുയർത്തിയിട്ടുണ്ട്. 8 ദിവസം കുടിവെള്ളം പമ്പ് ചെയ്യാതിരുന്ന വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ വീറോടെയും വാശിയോടെയും സമരം ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള ധാരാളം ആളുകൾ പാർക്കുന്ന പൊയ്യ പഞ്ചായത്ത് ഇനി തേടുന്നത് സ്ഥായിയായ വികസനമാണ്. അടിസ്ഥാന സൗകര്യം ഉയർത്തി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുകയാണ്. അതിനായുള്ള വോട്ടെടുപ്പിലേക്ക് നീങ്ങുകയാണ് പൊയ്യ ഗ്രാമപഞ്ചായത്ത്. കടലും കരയും പരസ്പരം കലഹിക്കുന്നത് പോലെ ഭരണപ്രതിപക്ഷങ്ങൾ ചർച്ചകൾ തുടരുമ്പോൾ
പൊയ്യയുടെ നാളുകൾ ഇനി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയാം. മറ്റൊരു പഞ്ചായത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലിയേക്കരയിൽ ടോൾ പിരിക്കാൻ അനുവാദം നൽകിയ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. ഗതാഗതം സുഗമമാക്കാതെ ടോൾ പിരിക്കാൻ പാടില്ലെന്നാണ് സുപ്രീം കോടതി ഉത്തരവെന്നും ഹർജിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. മുന്നണികൾക്ക് തലവേദനയായി വിമത സ്ഥാനാർത്ഥികൾ. പാലിയേക്കരയിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് മുകളിലേക്ക് ക്രെയിൻ മറിഞ്ഞു. ക്രെയിൻ മറിയുന്നത് കണ്ട് ആളുകൾ ഓടിമാറിയതുമൂലം വൻ അപകടം ഒഴിവായി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.